നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 500. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 500. കഴിഞ്ഞ എപ്പിസോഡിൽ 238 സർഗം ശ്രീകൃഷ്ണ അവതാര സൂചന, ഒരു 10-75-76 ശ്ലോകങ്ങളുള്ളൊരു സർഗമാണത്. അതിൽ 37ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. അതെന്തായിരുന്നു? ശൗശീലം കണ്ടവൾ കേകി ദുർവാസസ് അത്ഭുതാവഹം ദേവന്മാരെ വശത്താക്കും വിദ്യാകാരുണ്യവാരിധി. ഈ ദേവന്മാരെ വശത്താക്കാനുള്ള 5 മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. അതാണ് ശൗശീല്യം കണ്ട അവൾക്കേകി. അപ്പോൾ നമ്മൾക്ക് മന്ത്രഫലപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ സംശുദ്ധമായ ശീലങ്ങൾ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ മന്ത്രങ്ങളുടെ ഋഷികളും നമ്മളെ അനുഗ്രഹിക്കില്ല. അവിടെയാണ് പ്രശ്നം. എത്ര ചെല്ലി എന്നുള്ളതല്ല, എത്ര നിഷ്കാമത്വത്തോട് ചെല്ലി. അല്ലെങ്കിൽ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് പറയാം, സകാമന്മാരാണെങ്കിൽ ധർമ്മം അർത്ഥം കാമം മാത്രമേ കിട്ടുള്ളൂ. നേരെ മറിച്ച് അകാമന്മാരെ ഒന്നും കാമിക്കാതെ കണ്ടാണെങ്കിൽ മോക്ഷം കിട്ടി. അപ്പോൾ എല്ലാറ്റിൻ്റെയും പ്രീ റിക്വസിറ്റ് എന്താ? മനസ്സ് നിർമ്മലാവസ്ഥയെ പ്രാപിക്കണം. അതായത് സ്വന്തം ഹൃദയപത്മത്തിൽ വിരാജിക്കുന്ന ആ തേജോപുഞ്ചത്തെ അനുസന്ധാനം ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ കാമ ക്രോധ മത മത്സര ലോഭ ഭയാദികളാകുന്ന വൈരികളെ നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഈശ്വരോപാസനയുടെ പാരാമീറ്റേഴ്സ് നമ്മളിൽ എത്രത്തോളം ഫലവത്താവണുണ്ട് എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ദുർവാസസ് അത്ഭുതാവഹം ദേവന്മാരെ വശത്താക്കും വിദ്യ കാരുണ്യവാരിധി. പിന്നെ പറഞ്ഞു, അതിൻ ദിവ്യപ്രഭാവത്താൽ ആദിത്യൻ വന്നടുക്കവേ. അപ്പോൾ ഈ കുന്തി ദേവി എന്താണെന്നാ പറയുക, മെച്യൂരിറ്റി ആവണതിൻ്റെ മുമ്പേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത സമയത്ത് ഒരു മന്ത്രം എടുത്ത് ആരും അറിയാതെ കണ്ട് ആദ്യത്തന്നെ വശത്താക്കി. അപ്പോൾ സൂര്യൻ ഒരു ബ്രാഹ്മണ വേഷധാരിയായിട്ട് വന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ തുടരുത് എന്നെന്നായി. അപ്പോൾ പറഞ്ഞു, അതെങ്ങനെയാ? അപ്പോൾ താൻ മന്ത്രം ജപിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എനിക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല. ഞാൻ വന്നു എന്നുള്ള ഒരു പ്രതിഫലം തനിക്കുണ്ടാവണം. അങ്ങനെയാണ് കർണൻ എന്നുള്ള കുട്ടി ഉണ്ടായത്. ആ കുട്ടീനെ സാമൂഹ്യ പ്രതിബദ്ധതയെ മാനിച്ച് കുന്തിദേവി ഒരു ദാസിയുടെ സഹായത്തോടു കൂടി ഒരു പേടകത്തിലെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി. അതാണ് കഥ. അപ്പോൾ അതിൻ ദിവ്യപ്രഭാവത്താൽ ആദിത്യൻ വന്നെടുക്കവേ പൊറുക്കേനം പരീക്ഷിപ്പാൻ ചെയ്തു പോയുള്ളതാം പ്രഭോ. എനിക്കൊരു തെറ്റുപറ്റി, മന്ത്രത്തിന് ഫലം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്, കാര്യത്തിനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മടങ്ങി എഴുന്നള്ളേണം പ്രഭോ, അങ്ങ് മടങ്ങിപ്പോണെന്ന് പറയാണ്. അപ്പോൾ പ്രണമിച്ചോതിനാളവൾ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, അങ്ങ് പൊറുക്കണേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പാഴിലാവില്ല ഞാൻ വന്നാൽ പുത്രനുണ്ടാം നിനക്കിനി. എൻ്റെ വരവ് പാഴാവില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഈശ്വര ചൈതന്യം നമ്മളിലുണ്ട്. തഥാസ്തു. നമ്മൾ എന്താ ആഗ്രഹിക്കണോ ആ തഥാതൻ തഥാസ്തു എന്ന് പറയും. ഞാൻ തെറ്റി പറഞ്ഞതാണെന്ന് പറഞ്ഞ കാര്യമില്ല. ഇപ്പോൾ ചിലവർ ജന്മത്തിനെ പഴിക്കും, ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, പക്ഷേ അത് ബലിക്കും. അപ്പം എന്ത് ചെയ്യണം? വളരെ ആലോചിച്ചിട്ടേ ശബ്ദങ്ങൾ പ്രയോഗിക്കാവൂ. തിരിച്ചെടുക്കാൻ പറ്റില്ല. നാവിൽ നിന്ന് പോയ വാക്കും ഞാണിൽ നിന്ന് പോയ അസ്ത്രവും കയ്യിൽ നിന്ന് തെറിച്ച കല്ലും മടക്കിയെടുക്കാൻ പറ്റില്ല.
അപ്പോൾ ഈ ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ 8, 10, 12 വയസ്സിൽ നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പാപപുണ്യങ്ങളെ ഒഴിവാക്കാം. ഈ പാപപുണ്യങ്ങളെ എന്ന് പറഞ്ഞാൽ ധർമ്മ അധർമ്മങ്ങളുടെ ബലമാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം നിഷ്കാമമായി ഈശ്വരനെ സേവ ചെയ്യുക. എന്താണെന്ന് പറയുക, എൻ്റെ ബോംബെയിലുള്ള ഈശ്വരയർ എപ്പോഴും പറയും ലവ് ഫോർ ദി സേക്ക് ഓഫ് ലവ്, അതേപോലെ ഭക്തി ഫോർ ദി സേക്ക് ഓഫ് ഭക്തി. അതിൽ മായം ചേർക്കാൻ പാടില്ല, സകാമത്വം ഉണ്ടാവരുത്, അകാമത്വം തന്നെ ആയിരിക്കണം. നമ്മുടെ ഡ്യൂട്ടി ബൗണ്ടഡ്നെസ് ആണത് എന്നുള്ള ഒരു ധാരണ ഉണ്ടായാൽ മതി. അപ്പോൾ പാഴിലാവില്ല ഞാൻ വന്നാൽ പുത്രനുണ്ടാം നിനക്കിനി തകരാറൊന്നുമാവില്ല. അതായത് അദ്ദേഹം വരം കൊടുക്കുകയാണ്, നിനക്ക് പേരുദോഷമൊന്നും വരില്ല, തകരാറൊന്നുമാവില്ല. ദേവി നീ കന്യയാകിലും ഈ വിധം വീര്യം അവളിൽ ചേർത്ത് മിത്രൻ മറഞ്ഞുപോയി. ഈ മിത്രൻ എന്നുള്ളത് സൂര്യൻ്റെ ഒരു പര്യായമാണ്. അപ്പോൾ കുഞ്ഞൊന്നുണ്ടായുടൻ തന്നെ രണ്ടാം സൂര്യൻ്റെ മാതിരി പെൺതയ്യൽ പേടിച്ചാറ്റിൽ കൊണ്ടൊഴുക്കി അവനെ ക്ഷണം. അപ്പോൾ സംഗതി ഇതാ വന്നു ഇതാ പോയി എന്ന് പറഞ്ഞ മാതിരി ബ്രാഹ്മണവേഷധാരിയായിട്ടുള്ള സൂര്യഭഗവാൻ വന്നു മടങ്ങി. തൽക്ഷണം ഒരു കുട്ടിയുണ്ടായി. ഉടനെ തന്നെ ആരും അറിയാക്കാതെ കണ്ട് അടുത്തുള്ള ആറ്റിലെ ഒരു പേടകത്തിൽ ഒഴുക്കി. തൽക്ഷണം പാണ്ഡുഭൂപാലൻ അവളെ വേട്ടാന്നൻ പ്രപിതാമഹൻ. ഹേ പരീക്ഷത്തെ, നിൻ്റെ അച്ഛൻ്റെ അച്ഛനായിരിക്കുന്ന പാണ്ഡുഭൂപാലൻ, അതായത് പരീക്ഷത്തിൻ്റെ അച്ഛൻ അഭിമന്യുവിൻ്റെ അച്ഛനാണ് അർജുനൻ. അർജുനൻ്റെ അച്ഛനാണ് പാണ്ഡു. അതുകൊണ്ടാണ് പാണ്ഡ്യഭൂപാലൻ അവളെ വേട്ടാൾ നിൻ പ്രപിതാമഹൻ ശ്രുതദേവയെ വേട്ടുള്ളോൻ കാരുഷൻ വൃദ്ധശർമ്മനാം. ശാപത്താൽ ദൈത്യൻ അവളിൽ പിറന്നാൻ ദന്തവക്ത്രനായി. ഈ ശിശുപാലനും ദന്തവക്ത്രനും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ എന്താ പറയുക പാർഷദന്മാരായിരുന്നു. അന്തഃപുരത്തിലേക്കുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈകുണ്ഠദ്വാരത്തിലുള്ള കാവൽക്കാരായിരിക്കുന്ന ജയൻ വിജയന്മാർ. അപ്പോൾ സനൽകുമാരാദികൾ ഭഗവാനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഇവർ മാർഗം തടഞ്ഞു. അപ്പോൾ അവർക്ക് വിഷമായി. ഉടനെ ശപിച്ചു, നിങ്ങൾ രണ്ടാളും മൂന്ന് പ്രാവശ്യം ആസുരീഭാവത്തിൽ ഭൂമിയിൽ ജനിക്കണം. അതാണ് ഹിരണ്യകശിപും ഹിരണ്യാക്ഷനും, പിന്നെ രാവണനും കുംഭകർണനും, പിന്നെ ദന്തവക്ത്രനും ശിശുപാലനും. അപ്പോൾ ഭഗവാൻ വന്ന് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ ശാപമോക്ഷം തരാം, എന്നാൽ തന്നെ നിങ്ങൾ വധിക്കപ്പെടും, നിങ്ങൾക്ക് മോക്ഷം കിട്ടും, നിങ്ങൾക്ക് ഈ ജോലിയിൽ തുടരാം എന്നൊക്കെ പറയണ്ടായി. അപ്പോൾ ശാപത്താൽ ദൈത്യനവളിൽ പിറന്നാൻ ദന്തവക്ത്രനായി ശ്രുതികീർത്തിയെ വേട്ടുള്ളോൻ കൈകേയൻ കേതുവാം. അദ്ദേഹത്തിന് 5 പുത്രന്മാരാം സന്ദർദനാദികൾ. അതിൻ്റെ ശേഷം പറഞ്ഞു, ജയസേനന് വിന്ദാവിന്ദരാം 2 പേർകളാം. ജയസേനൻ എന്ന് പറയുന്ന ആൾക്ക് വിന്ദനും അവിന്ദനുമായിട്ട് 2 ആൾക്കാർ ജനിച്ചു എന്നാ പറഞ്ഞത്. അവന്തി ഭൂപരാമുണ്ടാം, അത് രാജാതിദേവിയിൽ അവന്തി ഭൂപൻ. അവന്തി എന്ന രാജ്യത്തിലെ രാജാവിന് ഉണ്ടായി, അത് രാജാതിദേവിയിൽ. അവരുടെ അമ്മയുടെ പേരെന്താ? ഭാര്യയുടെ പേര് രാജാതിദേവിയിൽ. ശ്രുതസ്രവസ് എന്നവളെ വേട്ടത് ആ ധമഘോഷനാണ് അവളെ വേളി വെച്ചത്. ശിശുപാലൻ്റെ ജന്മത്തെ പറ്റി മുമ്പ് ഉര ചെയ്തു ഞാൻ. ശിശുപാലൻ ഉണ്ടായി എന്ന് പറഞ്ഞു, പക്ഷേ ഇനി അവിടുന്ന് കുറച്ചുകൂടി വിവരിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. എന്താ? കംസയിൽ ദേവഭാഗന്നു ചിത്രകേതു, ബൃഹദ്രഥൻ 2 കംസവതിയിൽ സുവീരൻ ഇഷുമാനുമാം. അങ്ങനെ 2 ഓരോരുത്തർക്കുണ്ടായി. ഉണ്ടായത് ആനകാഖ്യൻ കങ്കയിൽ. ആനകാഖ്യൻ എന്നാണ് പേര്, ആനകൻ എന്ന പേര്. കങ്കയിൽ സുതന്മാരാം സത്യജിത്തും പുരുജിത്തും നൃപോത്തമ. അവർ 2 സത്യജിത്ത് പുരുജിത്ത് എന്നുള്ള നാമധേയത്തിൽ പറഞ്ഞു.
രാഷ്ട്രപാലിയിലുണ്ടായി വൃഷദുർമർഷണാദികൾ. രാഷ്ട്രപാലി എന്നുള്ള കന്യകയിലുണ്ടായി വൃഷദ് ദുർമർഷണാദികൾ. സൃഞ്ജയനും ശ്യാമകനും രണ്ടാളാം ശൂരഭൂതിയിൽ. ഓരോരുത്തരിലും എത്ര മക്കളുണ്ടായി? ചിലവരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, ചിലവർക്ക് എക്സെട്ര എക്സെട്ര എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട്. ഹരികേശാഖ്യനും, ഹരികേശാഖ്യൻ എന്നാ പേര്, ഹരികേശൻ എന്നാണ് പേര്. പിന്നെ ഹിരണ്യാക്ഷനും അങ്ങിനെ വത്സകന് മൃഗാദ്യന്മാർ വിൺപെണ്ണാം മിത്രകേശിയിൽ. വിൺപെണ്ണാം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ദേവലോകത്തെ സ്ത്രീ. മിത്രകേശിയിൽ ധ്രുവാർച്ചിയിൽ മൃഗാഖ്യന് തക്ഷ പുഷ്കരമുഖ്യരാം ശമീകന്റെ സുമിത്രാദി സുതർക്ക് അമ്മ സുദാമിനി. കങ്കന് കർണികയിൽ അമൃതാധമൻ ജയാഖ്യനും. കങ്കന് കർണിക എന്ന ഭാര്യയില് മൃതധാമൻ ജയൻ എന്ന് രണ്ടുപേരുണ്ടായി. പിന്നെയോ ഇള രോഹിണിയും പൗരവിയും മതിര രോചന ഭദ്ര ദേവകി മുമ്പായോർ വസുദേവന്റെ പത്നിമാർ. അതായത് 7 ആൾക്കാർ: ഇള, രോഹിണി, പൗരവി, മതിര, രോചന, ഭദ്ര, ദേവകി മുമ്പായോർ വസുദേവന്റെ പത്നികൾ. ബലൻ, ഗതൻ, സാരണാഖ്യൻ, ദുർമദൻ, വിപുലൻ, ധ്രുവൻ, കൃതാതിരും രോഹിണിയിൽ വസുദേവപുത്രരാം. ഇത്ര വിസ്തരിച്ചിട്ട് ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ബലൻ, ഗതൻ, ഈ ഗദാഗ്രജ ഗദാഗ്രജ എന്ന് വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു 8-10 പ്രാവശ്യം വരുന്നുണ്ട്. ഭാഗവത്തിലുണ്ടല്ലോ ഗദാഗ്രജ. ആരാ ഗദാഗ്രജൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്നർത്ഥം. കൃഷ്ണൻ പറഞ്ഞതിൻ്റെ ശേഷമാണ് ഗദൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും താഴെയുള്ള ആളാണ്. അപ്പോൾ ഇള, രോഹിണി, പൗരവി, മതിര, രോചന, ഭദ്ര, ദേവകി മുമ്പായോർ വസുദേവന്റെ പത്നികൾ. ബലൻ, ഗതൻ, സാരണാഖ്യൻ, ദുർമദൻ, വിപുലൻ, ധ്രുവൻ, കൃതാധ്യരും രോഹിണിയിൽ വസുദേവന്റെ പുത്രരാം. പൗരവിക്ക് സുഭദ്രൻ മുമ്പായ 12 പേർകളാം. പൗരവി എന്ന സ്ത്രീയില് വസുദേവർക്ക് 12 കുട്ടികളുണ്ടായി എന്നാണ് പറഞ്ഞത്. അത് മറ്റേതിൽ 7. ഏതിലെ? രോഹിണിയിൽ. പിന്നെ പറയണു പൗരവിക്ക് സുഭദ്രൻ മുമ്പായ 12 പേർകളാം. മതിരാത്മജരാം നന്ദോപൻ നന്ദാദികൾ 4 നന്ദൻ, ഉപനന്ദൻ, എക്സെട്ര എക്സെട്ര എന്ന് അർത്ഥം പറയാം. നന്ദൻ, ഉപനന്ദൻ, എക്സെട്ര എക്സെട്ര 4 ആള്. 4 കൗസല്യക്കൊരുവൻ കേശി. കൗസല്യ എന്നുള്ള നാമധേയത്തിലുള്ള വസുദേവരുടെ ഭാര്യയ്ക്ക് കേശി എന്ന പേരിൽ ഒരു കുട്ടിയുണ്ട്. ഹസ്തഹേമാങ്കാദികൾ രോചന കുരുവൽക്കാദി യദുമുഖ്യർ ഇളയ്ക്കുമാം. അതിൽ 5 ആൾക്കാർ. ധൃതദേവയ്ക്കൊരു മകൻ വിഭൃഷ്ടാഖ്യൻ. വിഭൃഷ്ടാഖ്യനും അങ്ങിനെ. ശ്രമാധ്യരാം ശാന്തിദേവയ്ക്ക് ഉപദേവയ്ക്കു 10 ശ്രമാധ്യരാം ശാന്തിദേവയ്ക്ക് ഉപദേവയ്ക്ക് 10 10 ആള് അതിലുണ്ടായി. കൽപ്പവർഷൻ തുടർന്നുള്ളോർ. അത് മൂത്ത ആൾക്ക് കൽപ്പവർഷൻ എന്നാണ് പേര്. പിന്നെ ബാക്കിയുള്ളവരെ വസുഹംസാദർ 6 ആള്. ശ്രീദേവയ്ക്കും ദേവരക്ഷിതയ്ക്കും 9 പുത്രരാം. ശ്രീദേവിക്കും ദേവരക്ഷിതയ്ക്കും കൂടി 9 മക്കളാണ്. ഗദാദ്യരാണ് സഹദേവാക്യയ്ക്ക് പുരുവിശ്രുതൻ. ഗദൻ മുതലായിട്ടുള്ളവരെ സഹദേവാക്യ പുരുവിശ്രുതൻ. തുടർന്നുള്ളോർ അഷ്ടവസുക്കളെ പോലെ അഭിവന്ദ്യരാം. അഷ്ടവസുക്കളെ പോലെ വന്ദനീയന്മാരാണ് എന്ന് പറഞ്ഞു. വസുദേവൻ 8 പുത്രന്മാരാം. ദേവകിയിൽ കീർത്തിമാൻ ആദ്യനാം. പിന്നെ സുഷേണൻ, ഭദ്രശേഷനും, ഋജു സമ്മർദ്ദനൻ, ഭദ്രൻ, സംഘർഷനുമങ്ങിനെ. പിന്നീട് 8ാമനായുള്ളോൻ സാക്ഷാൽ ശ്രീഹരി തന്നെയാം. അപ്പോൾ ദേവകി ദേവിയില് വസുദേവർക്ക് 8 ആളുണ്ടായി. അവരുടെ പേരൊക്കെ പറഞ്ഞു. അതിൽ 6 ആളേനെയും കംസൻ വട്ടക്കല്ലിൽ തല്ലിക്കൊന്നു.
സംഘർഷണമൂർത്തിനെ ഭഗവാൻ മഹാമായോട് പറഞ്ഞിട്ട് പിന്നെ അതെ രോഹിണി ഗർഭത്തിലാക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ 8ാമത് ഭഗവാനും ഉണ്ടായി. അതൊരു പെൺകുട്ടിയായിരുന്നു. അവിടെ കൊണ്ടേ കടത്തി മാറ്റി കടത്തി എന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ സുഭദ്ര പിന്നീടുണ്ടായി വന്ധ്യയാം നിൻ പിതാമഹി. സുഭദ്ര കൃഷ്ണൻ്റെ പെങ്ങളായിട്ടുണ്ടായത് അതിൻ്റെ ശേഷം, കൃഷ്ണൻ വന്നതിൻ്റെ ശേഷം. അതാണ് കൃഷ്ണസോദരി എന്നൊക്കെ പറയും. സുഭദ്ര പിന്നീടുണ്ടായി വന്ധ്യയാം നിൻ പിതാമഹി. ധർമ്മം ക്ഷയിച്ചു പാർത്തട്ടിൽ പാപം പൊങ്ങുമ്പോഴൊക്കെയും അമ്പാർന്നവതരിച്ചിടും ഭഗവാൻ അഖിലേശ്വരൻ. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മം ക്ഷയിച്ച് പാർത്തട്ടിൽ പാപം പൊങ്ങുമ്പോഴൊക്കെ ഭഗവാൻ ഓരോരോ അവതാരങ്ങളെടുത്ത് സജ്ജനങ്ങളെ സംരക്ഷിച്ചും കൊണ്ടും ആസുരീയ രാക്ഷസീയ പ്രബുദ്ധികളെയൊക്കെ കാലനാശം വരുത്തിയും കൊണ്ടും മോക്ഷം കൊടുക്കണമെന്നൊക്കെ പറയാം അല്ലേ? അപ്പോൾ സ്വതന്ത്രൻ അവിടേക്കില്ല, സ്വതന്ത്രൻ അവിടേക്കല്ല, ജന്മകർമാതിബന്ധനം. അദ്ദേഹം ഈശ്വരൻ ഒരു പ്രത്യേക കാരണത്തിന് അവതാരം എടുത്താലും ജന്മകർമാതിബന്ധനം ഭഗവാനെ ബാധിക്കണില്ല. കാരണം എന്താ? സ്വതന്ത്രനാണ്. മായയെ ഉപോത്ബലകമായിട്ടാണ് അവതാരം എടുക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല. നാം ജനിക്കുന്നതും ജനിപ്പിക്കുന്നതൊക്കെ അവരവരുടെ താല്പര്യത്തിനാണ്. അത് മാത്രമല്ല, സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഹൃദയ ഗ്രന്ഥി വിഭേദിനി, ഹൃദയത്തിലേക്കുള്ള ഗ്രന്ഥിയെ വിഭേദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ. സകാമന്മാരാവാതെ കണ്ട് അകാമന്മാരായിട്ടിരുന്നാൽ ഈശ്വരോപാസനയുടെ അന്ത്യത്തിൽ മോക്ഷം കിട്ടി പുനരവിജനനം പുനരവിമരണം എന്ന അവസ്ഥ ഇല്ലാതെ കണ്ട് നമുക്ക് കഴിച്ചുകൂട്ടാൻ പറ്റും. അതുകൊണ്ടാണ് സ്വതന്ത്രൻ അവിടേക്കില്ല ജന്മകർമാതിബന്ധനം. അവിടെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വതന്ത്രൻ അവിടേക്കില്ല ജന്മകർമാതിബന്ധനം. എന്നിട്ടോ ലോകാനുഗ്രഹമെന്നോർത്താം ജനിപ്പത് മഹാപ്രഭു, അവിടുത്തേടെ സൃഷ്ട്യാദി സർവം ധർമാദി കാരണം. ധർമ്മത്തിനെ സംരക്ഷിക്കുക. അവിടുത്തേടെ സൃഷ്ട്യാദി സർവം ജന്മാദി കാരണം എന്നല്ല മതിമാന്മാർക്ക് താത്മലാഭപ്രദായകം. എന്നല്ല മതിമാർക്ക് ഇത് ആത്മലാഭപ്രദായകം. കണ്ടോ, വായിച്ചതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? ആദ്യം വായിച്ചത് അർത്ഥം അറിയാണ്ട് വായിച്ചു ഞാൻ. പിന്നെ അർത്ഥം അറിഞ്ഞപ്പോൾ എന്താണെന്നാ പറയുക, സ്ഫുടത, വാക്ക് സ്ഫുടായി. എന്നല്ല മതിമാന്മാർക്ക് ആത്മലാഭപ്രദായകം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരിലും ആത്മാവുണ്ടല്ലോ. അങ്ങനെയല്ല. ആത്മാവുണ്ടായാൽ പോരാ, ആ ആത്മാവിനെ അറിയാനുള്ള ബുദ്ധി പ്രദാനം ചെയ്യുന്നത് അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്, വാസുദേവൻ തന്നെയാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോരോ മാതിരിയാവും. അവരവർ അർഹിക്കുന്ന പോലെ എത്രത്തോളം എന്താണെന്ന് പറയുക, സകാമത്വം ഒഴിവാക്കാൻ പറ്റുമോ? അകാമനായോ ഒന്നും കാമിക്കാതെ കണ്ട കടമകളും കടപ്പാടുകളും നിറവേറ്റുകയാണെങ്കിൽ ഈശ്വരൻ ഉപാധിരഹിതനാണ്. അല്ലെങ്കിൽ ഈശ്വരന് ഉപാധി വയ്ക്കും. നമ്മളെങ്ങനെ ഈശ്വരനെ ഉപാധിയാക്കണോ അതേപോലെ ഈശ്വരൻ നമുക്കും ഉപാധി വയ്ക്കും. അതുകൊണ്ടാണ് എന്നെല്ലാം മതിമാന്മാർക്ക് ഇത് ആത്മലാഭപ്രദായകം. രാജവേഷം കെട്ടി വന്ന ദൈത്യർതൻ കൊള്ളയൊക്കെയും നശിപ്പിച്ചുലകം കാത്തു രക്ഷിച്ചാൻ കരുണാനിധി. ഇത് നമ്മൾക്കുള്ള ഒരു ശാസനയാണ് എന്ന് പറഞ്ഞെന്താ? നമ്മളൊക്കെ പബ്ലിക് ഫിഗേഴ്സായാൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ചെയ്യുമ്പോൾ ആത്മാർത്ഥത ഇല്ലാതെ കണ്ട് സ്വന്തം കുക്ഷി നിറയ്ക്കാൻ വേണ്ടി കള്ളത്തരം ചെയ്താൽ അത് വാഴില്ല. ഇപ്പം ഞാനൊക്കെ ധർമ്മം എന്താണെന്ന് അറിയ കാരണം നുണ പറയാൻ പാടില്ല, കക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ സർവീസിലിരിക്കുമ്പോൾ ഒന്നും സമ്പാദിച്ചിട്ടില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? വരുമാനത്തിനേക്കാൾ ജാസ്തി ചിലവാക്കിയിട്ടുള്ള ആളാണ് ഞാൻ എല്ലാം കൊണ്ടും. കാരണം എൻ്റെ കടമകളും കടപ്പാടും ആണ് എനിക്ക് മുഖ്യമെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അത് പോറ്റാൻ വേണ്ടി ഞാൻ ചായപ്പൊടി കച്ചവടം ചെയ്തു, തുണി കച്ചവടം ചെയ്തു, പിന്നെ കുറി നടത്തി,
പിന്നെ ഒരു 10-14 വർഷം പിന്നെ ഫ്രീലാൻസ് എയർ ടിക്കറ്റ് ബിസിനസ് ചെയ്തു. അതിലാണ് പിടിച്ചു നിന്നത്. അതും ഒടുക്കം കാലം ഈ ഐട്ട ഏജൻസിക്ക് കമ്മീഷൻ കൊടുക്കണ്ടെന്ന് വന്നപ്പോൾ ഞാൻ ത്രിശങ്കു സ്വർഗത്തിലായിരുന്നു. അതിൽ ചിലവർ ദേവതാരൂപത്തിലൊക്കെ വന്ന് നമ്മളെ രക്ഷിച്ചു, അത്രയേ ഉള്ളൂ. ചിലവർക്ക് വിശ്വാമിത്രൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഈശ്വരനെ മനസ്സ് നൊന്ത് എന്താ പറയുക, ഉപേക്ഷിക്കാതെ ഇരിക്കുക. അപേക്ഷിക്കരുത്, ഭഗവാനോടൊന്നും അപേക്ഷിക്കണ്ട. ഭഗവൻ ഭൂതഭാവേശാന ജാനേ ഹിതമാത്മന ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ കർത്തുമർഹസി. ഞാൻ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് എനിക്ക് ഹരിഭക്തി തരൂ, എനിക്ക് 1000 കാതുകൾ തരൂ. എന്തിന്? ഭഗവത് സ്തുതികൾ കേൾക്കാനും 1000 നാവുകൾ തരൂ ഭഗവാനെ സ്തുതിക്കാനും. ഇങ്ങനെയാണ് പൃഥു രാജഭാരം ചെയ്തപ്പോൾ പൃഥുവിനോട് വരം വാങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ പൃഥു എന്താ ഇങ്ങനെ പറഞ്ഞത്? അതുകൊണ്ടാണ് രാജവേഷം കേട്ടി വന്ന ദൈത്യതൻ കൊള്ളയൊക്കെയും നശിപ്പിച്ച ഉലകം കാത്തുരക്ഷിച്ചാൻ കരുണാനിധി. വിണ്ണോർക്കു പോലും ഊഹിപ്പാൻ വയ്യാത്ത ചരിതങ്ങളാൽ ദേവന്മാർക്ക് കൂടി ഊഹിക്കാൻ കൂടി പറ്റാത്ത സാമർഥ്യമുള്ള ആളാണ് ഈശ്വരൻ. അപ്പോൾ ബലാന്വിതൻ മന്നിതാകെ മിന്നിച്ചു മധുസൂദനൻ. എന്താണ് വാക്ക്? ബലാന്വിതൻ. അദ്ദേഹത്തിന് എത്ര ബലം എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല, പറഞ്ഞ കൂടുതലാ. ബലാന്വിതൻ മന്നിതാകെ മിന്നിച്ചു മധുസൂദനൻ. ഞാനവിടെ 23 ഇട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ആ 23ാമത്തെ ശ്ലോകത്തിന് വല്ല കണക്ഷൻ ഉണ്ടോ നോക്കാം നമുക്ക്. വിണ്ണോർക്കു പോലും മോഹിപ്പാൻ വയ്യാത്ത ചരിതങ്ങളാൽ ബലാന്വിതൻ മന്നിതാകെ മിന്നിച്ചു മധുസൂദനൻ. 23 എന്താ പറഞ്ഞത്? 23 അങ്ങനെ ഒന്നും കാണാനില്ല. അതിലത്ര അർത്ഥമല്ല. മിന്നിച്ചു മധുസൂദനൻ, അതാണ് അന്നത്തെ ബുദ്ധിയല്ലല്ലോ ഇപ്പം ഇന്ന്, അല്ലേ? എന്തോ ആവട്ടെ, മിന്നിച്ചു മധുസൂദനൻ. മേലാൽ പിറക്കും മനുജർക്ക് ഓരോരോ പുണ്യലീലകൾ ഓർത്തും കീർത്തിച്ചും ഉയരാൻ എളുപ്പം വഴി കാട്ടിനാൻ. അത് ശരിയാണ്, അല്ലേ? ഭഗവാൻ ഓരോരോ ബലവീര പരാക്രമങ്ങൾ കാണിച്ചു തരണം. എന്തിനാ? മേലാൽ പിറക്കും മനുജർക്ക്, ജന്മം എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഓരോരോ പുണ്യലീലകൾ, ഭഗവാന്റെ ഓരോരോ പുണ്യലീലകൾ ഓർത്തും കീർത്തിച്ചും ഉയരാൻ എളുപ്പം വഴി കാട്ടിനാൻ. എന്നിട്ടോ കാതാൽ കൃഷ്ണയശസ് തീർത്ഥമൊന്നു തൊട്ടിടിൽ ആ നരൻ. അവിടെ ഒരു കൂട്ടക്ഷര ഞാൻ മലയാളത്തിൽ അന്ന് എഴുതിയിട്ടുണ്ടാവും. അർത്ഥം കിട്ടാതെ കൊണ്ട് ഇങ്ങനെ വലിയും, ഭഗവാനോട് പ്രാർത്ഥിക്കും, അപ്പോൾ കിട്ടും. അതാണ് കാതാൽ കൃഷ്ണയശസ് തീർത്ഥമൊന്ന് തൊട്ടിടിൽ ആ നരൻ. തൊട്ടിയിടിൽ, തൊടണം, ഇല്ലേ? നമ്മൾ പറയാറില്ലേ, ഉയരത്തിലേക്ക് പോട്ടെ, ഉമ്മറപ്പടി ഉത്തരം തൊടുക എന്നൊക്കെ പറയും നമ്മൾ. കാതാൽ കൃഷ്ണയശസ് തീർത്ഥം ഒന്നു തൊട്ടിടിൽ ആ നരൻ. അതിപ്പോൾ നിങ്ങളെ ഞാൻ എങ്ങനെ എൻ്റെ വിഷമം കാണിച്ചു തരാം? ആ വാക്ക് സ്പേസ് ഒന്നും അറിയില്ല. ഒന്ന് തൊട്ടിടി ലാനരൻ. അപ്പോൾ ഒന്ന് തൊട്ടിടിൽ ആ നരൻ എന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു മഹാനുഭാവൻ, അദ്ദേഹത്തിന് അനുഗ്രഹം. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശ്രീമതി കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മലയാളം അറിയില്ല. ശരിയാണ്, ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ പിന്നെ എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ നരൻ, അതായത് ആ മനുഷ്യൻ കർമ്മവാസനയൊട്ടാകെ നീങ്ങി നേർവഴിയാർന്നിടും. അപ്പം കർമ്മവാസനകൾ ഒട്ടാകെ നീങ്ങിയാൽ മുമുക്ഷുവായി, മോക്ഷമായി. പിന്നെ പുനരഭിജനം വേണ്ട, പുനരഭിമരണമുണ്ട്. അപ്പോൾ സപ്താഹം കേട്ടാൽ പോരാ, സപ്താഹത്തിന് വായിച്ചാലും പോരാ, വായിപ്പിച്ചാലും പോരാ. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ഭാഗം വരുമ്പോൾ നമ്മുടെ മനസ്സ് കുളിരണിയണം. ഏത്? അതാണ് ഹൃദയഗ്രന്ഥി വിഭേദിനി എന്ന് പറയണത്. അപ്പോൾ കർമ്മവാസന കൊട്ടാകെ നീങ്ങി നേർവഴിയാർന്നിടും. ഏതാ നേർവഴി? ജനിക്കാതെ ഇരിക്കുക.
ജനിച്ചാൽ മരിക്കും, മരിക്കാതെ കണ്ടിരിക്കും, ജനിക്കാതെ കണ്ടിരിക്കണം. പിന്നെ പറയണു 68ാമത്തെ ശ്ലോകം, സ്മിതവും മധുര ചൊല്ലും. സ്മിതം എന്ന് പറഞ്ഞാൽ സ്മിതാനനൻ, പുഞ്ചിരിച്ച മുഖത്തോട് കൂടിക്കണമെന്നാണ് അർത്ഥം പറയാം, സ്മിതം. അപ്പോൾ സ്മിത എന്ന് പറഞ്ഞാൽ പുഞ്ചിരി എന്നാ അർത്ഥം, സ്മിത. അപ്പോൾ സ്മിതവും മധുര ചൊല്ലും, പറയുന്നതൊക്കെ മാധുര്യമുള്ള വാക്കുകളായിരിക്കണം. മധുര ചൊല്ലും കമനീയ കടാക്ഷവും, കമനീയ കടാക്ഷം, കമനീയ കടാക്ഷം. ആശ്ചര്യലീലയും കൊണ്ട് മിന്നിച്ചാനുലകം പ്രഭു, മിന്നിച്ചാനുലകം പ്രഭു. മണികുണ്ഡലമാടിയിടും, ഭഗവാന്റെ മകരകുണ്ഡലങ്ങൾക്ക് ശോഭ ഭഗവാന്റെ കവിൽ തടത്തുന്ന. അല്ലാണ്ട് നമ്മളൊക്കെ കാതിൽ ലോലാക്കും, പിന്നെ അമ്പർല അല്ലേ, കുടമാതിരി കൊടുക്കെടുക്കെന്നൊക്കെ പറയും. അത് സ്ത്രീകൾ ഇടണത് നമ്മുടെ മുഖത്തിന് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖകാന്തി ഉണ്ടാവാനാണ്. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന് മകരകുണ്ഡലങ്ങൾക്ക് പ്രഭ കിട്ടുന്നത് ഭഗവാന്റെ കവിൾത്തടത്തിൻ്റെ മിനുസത്തിൽ നിന്നാണ്. അതാണ് കവി ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ സ്മിതവും മധുര ചൊല്ലും കമനീയ കടാക്ഷവും ആശ്ചര്യലീലയും കൊണ്ട് മിന്നിച്ചാനുലകം പ്രഭു. 69ാമത്തെ ശ്ലോകം, മണികുണ്ഡലമാടിയിടും മൃദുസ്മേര മുഖാംബുജം. പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള താമര സദൃശമായ ആ വിടർന്ന മുഖം കണ്ടിട്ടു മതിയാവാഞ്ഞ് ശബിപ്പൂ നിമിയേ ജനം. വല്ലാത്തൊരു കഥയുണ്ടതിൽ. എന്താ? കണ്ടിട്ടും മതിയാവാന് ശബിപ്പു നിമിയേ ജനം എന്നാ. നിമി ഇനി എന്തിനാ നമ്മൾ ശപിക്കണത് എന്ന് പറഞ്ഞാൽ, ഈ കണ്ണിന് ഇമവെട്ടൽ പണ്ടുണ്ടായിരുന്നില്ല അത്രേ. അപ്പോൾ വസിഷ്ഠരും നിമിയും കൂടിയിട്ടുള്ള വാക്തർക്കത്തിൽ നിമി പറഞ്ഞു, ഇനി എനിക്ക് ജന്മം വേണ്ട, മനുഷ്യരുടെ ജീവികളുടെ ഇമ വെട്ടലായിട്ട് ഞാൻ ഇരുന്നോളാന്നാ. അപ്പോൾ കാലാകാലം ആ ചന്ദ്ര താരകമുള്ളവരെ, ചന്ദ്രനും സൂര്യനുള്ള നക്ഷത്രങ്ങളുള്ളവരെ നിമിയുണ്ട്. പക്ഷേ പുരാണം വായിച്ചാൽ മനസ്സിലാവണം. അപ്പോൾ ഇപ്പോൾ എത്രയോ ശബ്ദത്തിന് വായിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ കഥ അറിയാണ്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അർത്ഥം അറിയില്ല. അപ്പോൾ ശബിപ്പൂ നിമിയ ജനം. എന്തിനാ ഈ നിമി കണ്ണ് കയറിയിരുന്നത്? ഞങ്ങൾക്ക് ഭഗവാന്റെ മുഖാരവിന്ദം കണ്ടിട്ട് മതിയായിട്ടില്ലല്ലോ, അതല്ല സത്യം. അതുകൊണ്ടാണ് പിന്നെ വേദവ്യാസർക്കല്ലല്ലോ തെറ്റുപറ്റുക. വേദവ്യാസർ പറഞ്ഞത് മനസ്സിലാക്കാൻ നമ്മൾക്ക് ഈശ്വരൻ്റെ ഒരനുഗ്രഹം വേണ്ടേ. അപ്പോൾ ഇനി 3 ശ്ലോകമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നാളെ മുതൽക്ക് എവിടേക്കാണ് പോണത്? ലീലാകാന്ഡം, ശ്രീകൃഷ്ണ ലീലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജനിച്ചുടൻ താൻ അമ്പാടിയെങ്കൽ ഭൂതബാലകൻ എങ്കൽ ജനിച്ചുടൻ താൻ അമ്പാടിയെങ്കൽ അത്ഭുത ബാലകൻ. ജനിച്ചുടൻ താൻ അമ്പാടിയെങ്കൽ അത്ഭുത ബാലകൻ ചെന്നോരോ ലീലയാൽ തന്നെ ദുഷ്ടരെ കൊന്നു കോമളൻ. കോമളൻ എന്ന് പറഞ്ഞ അർത്ഥം വളരെ 27ാം ദിവസമൊക്കെ അല്ലേ പൂതനേനെ കൊന്നത്. അത് കഴിഞ്ഞ് 2ാമത്തെ മാസമാകുമ്പോഴേക്കും ശകടാസുരനെ വധിക്കണം. ശകടാസുരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാട്ട് എന്ന് പറഞ്ഞാൽ വണ്ടി എന്നർത്ഥം. കാളവണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, കാളയെ കെട്ടിയിട്ടില്ല. അപ്പോൾ ആ വണ്ടിയുടെ താഴത്ത് കൊണ്ടുപോയി കിടത്തിയനാ ഭഗവാനെ, തണല് നോക്കിയിട്ടേ. ഞാൻ എപ്പോഴും പറയും നോർമാഡിക് ട്രൈബ് എന്നാണ് പറയുക. എവിടെയാ പുല്ലുള്ളത് ആ പ്രദേശങ്ങൾ ചാട്ടുവണ്ടികളിൽ ഗോക്കളെ മേച്ചും കൊണ്ട് പോവാണ് അവർ. അല്ലാണ്ട് ഈ സിനിമയിലും വാട്സപ്പിലൊക്കെ കാണുന്ന കൂടുതൽ 7ാം മാളിക പുറത്തുള്ളൊന്നും അല്ല ഭഗവാൻ. അല്ലെങ്കിൽ സീത്രൂ സാരിയോ ധാവണി ഇട്ടിട്ടൊന്നും അല്ല. പിന്നെ യശോദമ്മയും ഒക്കെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ ചിത്രം വരയ്ക്കണ ആൾക്കാർക്ക് ഈ കഥയൊന്നും അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ടല്ലോ. അത് മാത്രമല്ല, 4ാം വയസ്സ് കഴിയുമ്പോഴാണ് നന്ദഗോപുരയുടെ അടുത്ത് നല്ല ശബ്ദമുള്ള ഒരു കൊമ്പും കുഴലും എനിക്ക് വേണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് ചിത്രകാരന്മാരൊക്കെ മലന്ന് കിടക്കുന്ന കൃഷ്ണനാണെങ്കിലും കയ്യിൽ ഓവടക്കുഴൽ ചിത്രം വരച്ച് പിടിപ്പിക്കും. അത്
പാത്രാനുഭൂതി ഇല്ലാത്തതുകൊണ്ടാണ്. ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മൾ അനലൈസ് ചെയ്യാൻ സാധിക്കണം. അതില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? അപ്പോൾ ജനിച്ചുടൻ താനമ്പാടിയെങ്കിൽ അത്ഭുത ബാലകൻ ചെന്നോരോ ലീലയാൽ തന്നെ ദുഷ്ടരെ കൊന്നു കോമളൻ ഗോപീലോലൻ. ഗോപീലോലൻ, അപ്പോൾ ആ വാക്കിനൊക്കെ അർത്ഥം പറയണം. ഗോപികളുടെ ലോലൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന ഒന്നാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഗോ എന്ന ശബ്ദത്തിന് ഭൂമി, പശു എന്ന് മാത്രമല്ല അറിവുള്ളവരെന്നർത്ഥമുണ്ട്. അപ്പോൾ ഗോപസ്ത്രീകളൊക്കെ ഭഗവാനെ സ്തുതിക്കണത് എന്തുകൊണ്ടാ? അവർ ബുദ്ധിശാലികളാണ്. ഗോപന്മാരും ഗോപസ്ത്രീകളും അവരുടെ പൂർവ്വവൃത്താന്തം പറയുമ്പോൾ, ശ്രീരാമാവതാര കാലത്ത് ഭഗവാൻ ഏകപത്നി വ്രതനാവുക കാരണം എല്ലാവർക്കും അങ്ങനെ അടുത്ത് പോയിട്ട് പെരുമാറാനൊന്നും സാധിച്ചില്ല. പക്ഷേ അന്ന് വാനരന്മാർക്കാണ് അതിനൊക്കെ ഭാഗ്യം ഉണ്ടായത്. അന്നൊക്കെ ദേവന്മാരും ഋഷീശ്വരന്മാരും വാനരന്മാരായിട്ടാണ് ജനിച്ചത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ദുഃഖം ഞാൻ മാറ്റിത്തരാം. ദ്വാപരയുഗത്തിൽ ഞാൻ കൃഷ്ണനായിട്ട് അവതരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഗോപന്മാരും ഗോപസ്ത്രീകളായിട്ട് വരും. നിങ്ങൾക്ക് ഞാൻ എന്താണെന്നാ പറയുക, ഈ പറഞ്ഞില്ലേ, ഈ കോമളനായിട്ടും ലോലനായിട്ടും ലോലഹൃദയനായിട്ടും ഒക്കെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപീലോലൻ മധുരയിൽ കാന്താപുത്രസമേതനായി എന്താ കാന്താപുത്ര സമേതം എന്ന് പറയണമെങ്കിൽ ബലരാമനോടും കൂടിയിട്ടെന്ന് അർത്ഥം പറയണം, വേണ്ടേ? ഗോപീലോലൻ മധുരയിൽ കാന്താപുത്ര സമേതനായ യജ്ഞങ്ങളാൽ വേദമാർഗം തെളിയിച്ചഖിലേശ്വരൻ. അപ്പം യാഗങ്ങൾ വേദത്തിൽ പറഞ്ഞിട്ടുള്ളവ. യജ്ഞങ്ങളാൽ വേദമാർഗം തെളിയിച്ചഖിലേശ്വരൻ തന്നെ ജയിച്ചാൻ മട്ടത്രയും വിലസീടിനാൻ. തന്നെ യജിക്കുന്ന രീതിയിൽ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ശ്ലോകം പറഞ്ഞു 72. കുരുകലകലഹത്താലൂഴിതൻ മാലകറ്റി. ആ അവസാനത്തെ ശ്ലോകം ഒരു വന്ദന ശ്ലോകം മാതിരിയാണ്. ബാക്കിയുള്ളതിനെ മാതിരി അങ്ങനെ ഒഴുക്കം പറ്റില്ല. കുരുകുലകലഹത്താൽ ഊഴിതൻ മാലകറ്റി. പാണ്ഡവന്മാരാലും കൗരവരാലും യുദ്ധം ചെയ്യിപ്പിച്ച് മഹാഭാരതത്തിൽ ഭൂമിയുടെ ഭാരം ഇല്ലാതെ കണ്ടാക്കി. കുരുകുലകലഹത്താൽ ഊഴിതൻ മാലകറ്റി, ഭൂമിയിലത്തെ വിഷമം മാറ്റി. തരമോടു കൃപയാൽ അകറ്റി. തരം എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ. തരമോടു കൃപയാൽ താൻ പാർത്തനും മേന്മയേറ്റി. ആ മഹാഭാരത യുദ്ധത്തിൽ മധ്യമപാണ്ഡവനായിരിക്കുന്ന ഇന്ദ്രപുത്രനായിരിക്കുന്ന സവ്യസാചി അല്ലെങ്കിൽ ഇന്ദ്രൻ, അർജുനൻ. ആ അർജുനനെ പാർത്ഥൻ എന്ന് പറയാം. പാർത്ഥ എന്ന് പറഞ്ഞാൽ കുന്തിദേവിയുടെ പേര് പാർത്ഥനും മേന്മയേറ്റി. വരമുരളി വിശേഷിച്ചുദ്ധവൻ ആത്മതത്വം. വരമുരളി വിശേഷിച്ച് എന്ന് പറഞ്ഞാൽ മുരളീഗാനം ചെയ്ത് ഈ ഗോപന്മാരെയും ഗോപികമാരെയും സന്തോഷിപ്പിച്ചു. വിശേഷിച്ച് ഉദ്ധവന് ആത്മതത്വം ഉപദേശിച്ച്. വെറുതെ വായിച്ചു പോണ്ട. വരമുരളി വിശേഷിച്ചുദ്ധവന് ആത്മതത്വം. പരമവദമയേയം പൂകി വിശ്വൈകനാഥൻ. പരമപദം പദം അമേയം എന്ന് പറഞ്ഞാൽ തൻ്റെ അവതാരകാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുണ്ഠം പൂകി. ആരെ? വിശ്വൈകനാഥൻ എന്ന് പറഞ്ഞിട്ടാണ്. വലിയൊരു കാര്യം എന്നെ സംബന്ധിച്ചോളം സന്തോഷം കൊണ്ട് ഇരിക്കാം. ഈ ലഡ്ഡു പൊട്ടി എന്നൊക്കെ പറയും ഞാൻ. കാരണം ഭാഗവതം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രീമദ് ഭാഗവതം കിളിപ്പാട്ടല്ല, നമ്മുടെ സുബ്രഹ്മണ്യൻ തിരുമ്പമ്മൻ്റെ ഞാൻ 662 എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 500 എപ്പിസോഡായി. എന്തായി? പകുതിയായിട്ടുള്ളൂ. ഇനിയും ഒരു 500 പോരാ, ഒരു 1200 എപ്പിസോഡ് പോവും ഈ ഒരു സബ്ജക്റ്റ്. മനസ്സിലായില്ല? അപ്പോൾ ഇനിയൊരു 700 എപ്പിസോഡ് എനിക്ക് ബാക്കിയുണ്ട്. ഭഗവാൻ എന്തൊക്കെ ചെയ്യാൻ കാണുന്നത് എനിക്കറിയില്ല.
അപ്പോൾ ശ്രീകൃഷ്ണായ നമ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശിനി വിഭൂതികാണ്ഡേ അഷ്ടാത്രിംശാധികദ്വിശതതമസർഗഃ വിഭൂതികാണ്ഡം സമ്പൂർണം. നാളെ ലീലാകാന്ഡം തുടങ്ങും. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.